Hi all, welcome back to history class. നമ്മുടെ നാഷണലിസം എന്ന യൂറോപ്പ് എന്ന ചാപ്റ്ററിലെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ദി റവല്യൂഷൻ ഓഫ് ദി ലിബറൽസ് ഇൻ 1848. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1830s മുതൽ യൂറോപ്പിൻ്റെ പല ഭാഗത്തും അവിടെ ഉള്ള വർക്കേഴ്സും അതുപോലെ പെസൻസും മറ്റു ആളുകളൊക്കെ ഒരുപാട് റവല്യൂഷൻ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളെ കാലത്ത് അവർ ഫേസ് ചെയ്തിരുന്നു. ബട്ട് അതുപോലെ തന്നെ അവിടുത്തെ എഡ്യൂക്കേറ്റഡ് ക്ലാസ്സും അതുപോലെ അവിടുത്തെ ലിബറൽസും കണ്ടക്ട് ചെയ്തൊരു റവല്യൂഷനാണ് ഈ 1848 ലിബറൽ റവല്യൂഷൻ. Parallel to the revolt of the poor, unemployed and starving peasants and workers, in many European countries in the year 1848 a revolution by the educated middle classes was underway. അപ്പോൾ ഈ പെസൻസിന് അതുപോലെ വർക്കേഴ്സിനൊക്കെ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഈ ഒരു ലിബറൽസിൻ്റെ റവല്യൂഷൻ മെയിനായിട്ടും അവർ ഇതിലൊരു 3 ഡിമാൻഡ്സാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ദേ വാണ്ട് എ കോൺസ്റ്റിറ്റ്യൂഷൻ, ഫ്രീഡം ഓഫ് ദി പ്രസ് ആൻഡ് ഫ്രീഡം ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഈ ഒരു 3 ഡിമാൻഡ്സ് വെച്ച് അവർ നടത്തിയൊരു റവല്യൂഷനാണ് 1848 ലിബറൽ റവല്യൂഷൻ. ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ റവല്യൂഷൻ തുടങ്ങിയത് അതിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കാം. ഓൺ 18 May 1848 831 elected representatives marched in a festive procession to take their places in the Frankfurt Parliament convened in the Church of St. Paul. ഈ 18 May 1848 അവിടുത്തെ 831 ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്, അവിടുത്തെ പാർലമെൻറ്റിലെ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ഇത്രയും 830 ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് അവിടുത്തെ പാർലമെൻറ്റിലേക്ക് ഒരു ചെറിയൊരു മാർച്ച് നടത്തുന്നുണ്ടായി. ആ സമയത്ത് അവിടുത്തെ പാർലമെൻറ്റിൻ്റെ പേരായിരുന്നു ഫ്രാങ്ക്ഫുർട്ട് പാർലമെൻറ്റ്. അത് അവിടുത്തെ ഫസ്റ്റ് ഒരു ഫ്രീലി ഇലക്റ്റഡ് പാർലമെൻറ്റാണ് ജർമ്മനിയിലെ. അത് സാർ നടക്കാറുള്ളത് അവിടുത്തെ ഒരു ചർച്ചിലാണ്, ചർച്ച് ഓഫ് സെൻറ്റ് പോൾ. അതിനുശേഷം അവിടെ വെച്ചിട്ട് അവർ എ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഡ്രാഫ്റ്റഡ് ഫോർ എ ജർമ്മൻ നേഷൻ ടു ബി ഹെഡഡ് ബൈ എ മൊണാർക്കി സബ്ജക്റ്റ് ടു എ പാർലമെൻറ്റ്. അപ്പോൾ ഈ ഒരു ദിവസത്തിന് ശേഷം അവർ അവിടെ ഉണ്ടായ മെയിനായിട്ടുള്ളൊരു ഡെവലപ്മെൻറ്റാണ്. അവർ പറഞ്ഞു ഇനി മുതൽ ജർമ്മനി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കി ആയിരിക്കും. മുമ്പ് അവിടെ മൊണാർക്കി ആയിരുന്നു, ബട്ട് അറ്റ്ലീസ്റ്റ് ദേ വാണ്ടഡ് ടു മേക്ക് ജർമ്മനി എ കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കി. നിങ്ങൾ പല സമയത്തും കേട്ടൊരു വാക്കായിരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കി എന്ന് പറയുന്നത്. അവിടെ ഒരു മൊണാർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും, ബട്ട് ദ മൊണാർക്കി സബ്ജക്റ്റ് ടു പാർലമെൻറ്റ്. പക്ഷേ പാർലമെൻറ്റിന് അനുസരിച്ചുകൊണ്ട് ആ മൊണാർക്കി അവിടെ റൂൾ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഡിമാൻഡ് അവരവിടെ വെക്കുകയുണ്ടായി. ആൻഡ് ഈ ഡിമാൻഡ് പ്രകാരം ദേ ഓഫേർഡ് ദ ക്രൗൺ ടു ഫ്രെഡറിക് വില്യം II, കിങ് ഓഫ് പ്രഷ്യ. ആ സമയത്ത് ജർമ്മനിയിലെ ഒരു മെയിൻ പ്രോവിൻസ് ആയിരുന്നു പ്രഷ്യ. അതിങ്ങനെ യൂണിഫിക്കേഷൻ ജർമ്മനി എന്ന ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ പ്രഷ്യയിലെ കിങ് റൂളറായിരുന്ന വിൽഹം IV അവർ ഈ ഒരു ഡിമാൻഡിൽ അവരൊരു ഓഫർ കൊടുത്തു, ഒരു ക്രൗണിൻ്റെ ഓഫർ കൊടുത്തു. അതായത് ഈ ഒരു ഓഫർ വെച്ച് നിങ്ങൾക്ക് രാജാവാകാമെന്ന് പറഞ്ഞു. ബട്ട് ഹി റിജക്റ്റഡ് ദ പ്രപ്പോസൽ ആൻഡ് ജോയിൻഡ് അതർ മൊണാർക്സ് ടു ഒപ്പോസ് ഇലക്റ്റഡ് അസംബ്ലി. പക്ഷേ ആ റൂളർക്ക് ഇത് സമ്മതമായിരുന്നില്ല. കാരണം അവരുടെ എപ്പോഴും മൊണാർക്ക് എപ്പോഴും നോക്കുക അവരുടെ ഒരു പവറാണല്ലോ. കാരണം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മൊണാർക്കി എന്ന് പറയുമ്പോൾ അവരുടെ പവർ കുറച്ചുകൂടെ റെഡ്യൂസ് ചെയ്യും, അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിക്കേണ്ട ഒരു അവസ്ഥ വരും. സോ ഹി റിജക്റ്റഡ് ദ പ്രപ്പോസൽ. എന്നിട്ട് അദ്ദേഹം മറ്റ് മൊണാർക്കിൻ്റെ കൂടെ ചേർന്നിട്ട് ഈ പാർലമെൻറ്റ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ പാർലമെൻറ്റിലെ മെയിൻ ആളുകളെന്ന് പറയുന്നത് ലിബറൽസ് ആയിരുന്നു, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഇവരെ ഒപ്പോസ് ചെയ്തു. ലേറ്റർ സോഷ്യൽ ബേസ് ഓഫ് ദ പാർലമെൻറ്റ് ഷിഫ്റ്റഡ് ടു മിഡിൽ ക്ലാസ് ഡോമിനൻസ്, ലോസ്റ്റ് ദ സപ്പോർട്ട് ഓഫ് വർക്കേഴ്സ് ആൻഡ് ആർട്ടിസാൻസ്. പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ അതേ പറഞ്ഞു ഈ പാർലമെൻറ്റിലെ മെയിൻ ആൾക്കാരെന്ന് പറയുന്നത് മെജോറിറ്റിയും ഈ മിഡിൽ ക്ലാസ് പീപ്പിളായിരുന്നു, ലിബറൽസ് ആയിരുന്നു. നമ്മുടെ ഈ വർക്കേഴ്സിൻ്റെ ഒക്കെ റെപ്രസെൻറ്റേഷൻ ഇതിൽ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പാർലമെൻറ്റിനും ഈ പ്രൊപ്പോസലിനൊന്നും വർക്കേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ ആ നാട്ടിലെ കോമൺ പീപ്പിളിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് അധികമൊന്നും കിട്ടിയില്ല. മാത്രമല്ല പൊളിറ്റിക്കൽ അസോസിയേഷൻ വർ ഫോംഡ് ബൈ വിമൻ ഫോർ പൊളിറ്റിക്കൽ റൈറ്റ്സ്. ഈ കാലത്തെ ഈ ഒരു മൂവ്മെൻറ്റിലൊക്കെ വിമൻസിൻ്റെ റോൾ വളരെ കുറവായിരുന്നു. പിന്നെ അവർ പിന്നീട് അവരുടേതായിട്ടുള്ള പൊളിറ്റിക്കൽ അസോസിയേഷനൊക്കെ അവർ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ ദെയർ പൊളിറ്റിക്കൽ റൈറ്റ്സ്. ബട്ട് ലേറ്റർ നമുക്കറിയാവുന്ന പോലെ ഈ കൺസർവേറ്റീവ് ഫോഴ്സസ് സപ്രസ് ലിബറൽസ്. കാരണം ഈ നേരത്തെ പറഞ്ഞു ഇവർ ആദ്യം ഓഫർ കൊടുത്തത് പ്രഷ്യയിലെ രാജാവായിരുന്ന വിൽഹം IV. പക്ഷെ അദ്ദേഹം അപ്പോഴേ ഓഫർ റിജക്റ്റ് ചെയ്യുകയും മറ്റ് മൊണാർക്കിൻ്റെ കൂടെ ചേർന്ന് ഈ പാർലമെൻറ്റിനെ ഒപ്പോസ് ചെയ്യാൻ ട്രൈ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ക്വൈറ്റ് നാച്ചുറലി ഈ എല്ലാ കൺസർവേറ്റീവ് ആയിട്ടുള്ള മൊണാർക്സ് ഒരുമിച്ച് ചേരുകയും ലേറ്റർ ദേ കുഡ് സപ്രസ് ദിസ് റവല്യൂഷൻ. അങ്ങനെ ഈ റവല്യൂഷൻ അവിടെ
അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വിമൻസിൻ്റെ കാര്യം, അത് കുറച്ചുകൂടെ കാര്യം നമുക്കതിൽ പഠിക്കാനുണ്ട്. ദ ഇഷ്യൂ ഓഫ് എക്സ്റ്റെൻഡിങ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ടു വിമൺ വാസ് എ കോൺട്രവേഴ്ഷ്യൽ വൺ വിത്തിൻ ദ ലിബറൽ മൂവ്മെൻറ്റ്. അപ്പോൾ ഈ ലിബറൽ മൂവ്മെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ വിമൻസിന് അത്ര റോള് കൊടുക്കണോ എന്നുള്ളത് അവർക്കൊരു ഡൗട്ടുള്ളൊരു സംഗതിയായിരുന്നു. ഇൻ വിച്ച് ലാർജ് നമ്പർ ഓഫ് വിമൻ ഹാഡ് പാർട്ടിസിപ്പേറ്റഡ് ആക്റ്റീവ്ലി ഓവർ ദ ഇയേഴ്സ്. വിമൻ ഹാഡ് ഫോം ദെയർ ഓൺ പൊളിറ്റിക്കൽ അസോസിയേഷൻ, ഫൗണ്ടഡ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ടേക്കൺ പാർട്ട് ഇൻ പൊളിറ്റിക്കൽ മീറ്റിംഗ്സ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ. അപ്പോൾ ഈ വിമൻസിന് അവിടെ റൈറ്റ് വളരെ കുറവായിരുന്നുകൊണ്ട് തന്നെ അവരുടെ റൈറ്റിന് വേണ്ടി അവർ സെപ്പറേറ്റ് ആയിട്ട് മീറ്റിംഗ് കൂടുകയും സെപ്പറേറ്റ് അസോസിയേഷൻ ഫോം ചെയ്യുകയും അതിനുവേണ്ടി ന്യൂസ് പേപ്പർ ഉണ്ടാക്കിയും പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ റവല്യൂഷൻ വളരെ ഈസി ആയിട്ട് മൊണാർക്കിന് സപ്രസ് ചെയ്യാൻ സാധിച്ചു. പക്ഷെ എന്നിരുന്നാലും ഈ റവല്യൂഷൻ കുറച്ച് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. റവല്യൂഷൻ അത്ര സക്സസ് ആയിരുന്നില്ലെങ്കിലും കുറച്ച് റിസൾട്ട് ഉണ്ടാക്കാൻ റവല്യൂഷന് കഴിഞ്ഞു. നമുക്ക് നോക്കാം എന്തെല്ലാമാണ് ഈ റവല്യൂഷൻ്റെ റിസൾട്ട്സിൽ നിന്ന്. അതിൽ ഒന്നാമത്തെ പോയിൻ്റാണ്, മൊണാർക്സ് were beginning to realize that the cycles of revolution and repression could only be ended by granting concession to the liberal nationalist revolutionaries. അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ഫ്രഞ്ച് റവല്യൂഷൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇൻ ദ ബിഗിനിങ് അവിടെ തേർഡ് എസ് അത്ര പവർഫുൾ ആയിരുന്നില്ല. പക്ഷേ ലേറ്റർ അവരൊരു പവർഫുൾ ഫോഴ്സായിട്ട് മാറുകയും അവർക്ക് ആ റവല്യൂഷൻ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇവർ ഈ എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ് എണ്ണത്തിൽ കുറവാണെങ്കിലും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഒന്നുകൂടെ ഒരു സ്ട്രോങ് ആയ റവല്യൂഷൻ കണ്ടക്ട് ചെയ്യാൻ സാധിച്ചേക്കാം എന്നുള്ളൊരു ഭയം കാരണം ഇവരെന്ത് ചെയ്തു, ദേ സ്റ്റാർട്ടഡ് ടു ഗീവ് മോർ കൺസെഷൻ ടു ലിബറൽ നാഷണലിസ്റ്റ് റവല്യൂഷണറീസ്. അതാണ് അതിന് ഒന്നാമത്തെ റിസൾട്ടായിട്ട് വരുന്നത്. സോ ഹെൻസ് ഇൻ ദ ഇയേഴ്സ് ആഫ്റ്റർ 1848 ദി ഓട്ടോക്രാറ്റിക് മൊണാർക്കീസ് ഓഫ് സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ യൂറോപ്പ് ബിഗാൻ ടു ഇൻട്രൊഡ്യൂസ് ദ ചേഞ്ചസ് ദാറ്റ് ഹാഡ് ഓൾറെഡി ടേക്കൺ പ്ലേസ് ഇൻ വെസ്റ്റേൺ യൂറോപ്പ് ബിഫോർ 1815. ഈ വെസ്റ്റേൺ യൂറോപ്യൻ നേഷൻസിൽ 1815 മുമ്പ് തന്നെ ഒരുപാട് നല്ല ചേഞ്ചസ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ടു ഗ്രാൻഡ് മോർ റൈറ്റ്സ് ടു പീപ്പിൾ. അപ്പോൾ ആ ചേഞ്ചസ് ഈസ്റ്റേൺ യൂറോപ്പിൽ കൊണ്ടുവരുന്നത് ഈ റവല്യൂഷൻ ശേഷമാണ്. അപ്പോൾ അത് കഴിഞ്ഞ റിസൾട്ടായിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ ഈസ്റ്റേൺ യൂറോപ്പിൽ ഒരുപാട് നല്ല ചേഞ്ചസ് വന്നു, മൊണാർക്കീസ് ഒരുപാട് കുറച്ച് ചേഞ്ച് കൊണ്ടുവന്നു ഇങ്ങനെയുള്ളൊരു ഫിയർ കാരണം. പക്ഷേ ഈ ചേഞ്ചസ് എല്ലാം വെസ്റ്റേൺ യൂറോപ്പിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് മുമ്പ് തന്നെ 1815 മുമ്പ് തന്നെ ഉണ്ടായ ചേഞ്ചസ് ആയിരുന്നു. ഇനി മറ്റൊരു റിസൾട്ടാണ്, ഫ്രീഡം ആൻഡ് ബോണ്ടഡ് ലേബർ വർ അബോളിഷ്ഡ് ബോത്ത് ഇൻ ദി ഹാബ്സ്ബർഗ് ഡൊമീനിയൻ ആൻഡ് ഇൻ റഷ്യ. റഷ്യയിലും ഹാബ്സ്ബർഗ് ഡൊമീൻ എന്ന് പറയുന്ന എംപയർ, ഹാബ്സ്ബർഗ് എംപയറിലും രണ്ട് കാര്യങ്ങൾ അവർ ഫുള്ളായിട്ട് ബാൻ ചെയ്തു, അബോളിഷ് ചെയ്തു, സെർഫ്ഡമും ബോണ്ടഡ് ലേബറും. സെർഫ്ഡം എന്ന് പറയുന്നത് കൈൻഡ് ഓഫ് സ്ലേവറിയാണ്. ബോണ്ടഡ് ലേബർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഹ്യൂമൻ റൈറ്റ്സ് പോലും കൺസിഡർ ചെയ്യാതെ നമ്മൾ ചില കോൺട്രാക്ട് സൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ലേബറാണ്. നമുക്ക് ഒരുപാട് ഹ്യൂമൻ റൈറ്റ്സ് പോലും നോക്കാത്ത ഒരുപാട് പ്രൊവിഷൻസ് ഉള്ള ഒരു തരം കോൺട്രാക്ട് സൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു ലേബറാണത്. അതായത് അവർക്ക് സാലറി കുറവായിരിക്കും, അതുപോലെ അവർ ഒരുപാട് വർക്കിംഗ് അവേഴ്സ് ഒരുപാട് കൂടുതലായിരിക്കും, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ വളരെ ബാഡായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്യാൻ വേണ്ട ഒരു കോൺട്രാക്ട് ബേസ്ഡ് ലേബറാണ് ബോണ്ടഡ് ലേബർ. അപ്പോൾ അതും അവർ റഷ്യയിലും അതുപോലെ ഹാബ്സ്ബർഗ് ഡൊമീനിയയിലും ഫുള്ളി അബോളിഷ് ചെയ്തു. അതാണ് അതിൻ്റെ മറ്റൊരു റിസൾട്ട്. ഇനി ലാസ്റ്റ് റിസൾട്ടായിട്ട് വരുന്നത്, ദി ഹാബ്സ്ബർഗ് റൂളേഴ്സ് ഗ്രാൻഡഡ് മോർ ഓട്ടോണമി ടു ദ ഹംഗേറിയൻസ് ഇൻ 1867. ഈ ഹാബ്സ് എന്ന് പറയുന്നത് വലിയൊരു എംപയറാണ്. അപ്പോൾ അവിടെയുള്ള ഹംഗേറിയൻസിന് അവർ ഈ റവല്യൂഷന് ശേഷം കുറച്ചുകൂടെ റൈറ്റ്സൊക്കെ അത് കുറച്ചുകൂടെ ഓട്ടോണമി കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എത്രയൊക്കെയാണ് 1848 ലിബറൽ റവല്യൂഷൻ്റെ മേജർ റിസൾട്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.